ആകാശവാണി. നമസ്കാരം. നിയമസഭാ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് ആകാശവാണി തിരുവനന്തപുരം പ്രാദേശിക വാർത്താ വിഭാഗം തയ്യാറാക്കിയ ജില്ലകളിലൂടെ എന്ന പ്രത്യേക പരിപാടിയിലേക്ക് സ്വാഗതം. കേരളത്തിന്റെ രാഷ്ട്രീയ സാംസ്കാരിക ഭൂപടത്തിൽ സുപ്രധാന സ്ഥാനമുള്ള ജില്ലയാണ് ഇടുക്കി. തൊഴിലാളി രാഷ്ട്രീയവും കർഷക പ്രസ്ഥാനങ്ങളും ശക്തമായ സ്വാധീനം ചെലുത്തുന്ന മേഖല കൂടിയാണിത്. ഇടുക്കിയുടെ ചരിത്രവും രാഷ്ട്രീയവും അവിടുത്തെ ഭൂപ്രകൃതിയുമായും കഠിനാധ്വാനികളായ മനുഷ്യരുടെ അതിജീവനവുമായും ആഴത്തിൽ ബന്ധപ്പെട്ട് കിടക്കുന്നു. കൃഷിയും വിനോദസഞ്ചാരവുമാണ് ഇടുക്കിയുടെ സമ്പദ് വ്യവസ്ഥയുടെ നട്ടെല്ല്. ഏലം, കുരുമുളക്, തേയില, കാപ്പി തുടങ്ങിയ നാണ്യവിളകളുടെ ഉൽപ്പാദനത്തിൽ മുൻപന്തിയിലുള്ള ഇടുക്കി കേരളത്തിന്റെ സുഗന്ധവ്യഞ്ജന കലവറ എന്നും അറിയപ്പെടുന്നു. കൂടാതെ സംസ്ഥാനത്തിന്റെ വൈദ്യുതി ആവശ്യത്തിന്റെ 60% ഉൽപ്പാദിപ്പിക്കുന്നുവെന്നതും ഇടുക്കിയിലെ ജലവൈദ്യുത പദ്ധതികളിൽ നിന്നാണെന്നതും ഇടുക്കിയെ മറ്റ് ജില്ലകളിൽ നിന്നും വ്യത്യസ്തമാക്കുന്നു. പ്രകൃതി ഭംഗി കൊണ്ടും ഭൂപ്രകൃതിയിലെ വൈവിധ്യം കൊണ്ടും ശ്രദ്ധേയമായ ഇടുക്കിയിൽ നിയമസഭാ തെരഞ്ഞെടുപ്പ് ആവേശം കൊടുമുടി കയറിക്കഴിഞ്ഞു. തോട്ടം മേഖലയും കുടിയേറ്റ ഗ്രാമങ്ങളും ഉൾപ്പെടുന്ന ഇടുക്കി ഇത്തവണ ആർക്കൊപ്പം നിൽക്കുമെന്ന ആകാംക്ഷയിലാണ് രാഷ്ട്രീയ കേന്ദ്രങ്ങൾ. 5 നിയമസഭാ മണ്ഡലങ്ങളിലായി വ്യാപിച്ചു കിടക്കുന്ന ജില്ലയിൽ പോളിംഗ് സാമഗ്രികൾ എത്തിക്കുന്നത് മുതൽ വോട്ടെടുപ്പ് പൂർത്തിയാക്കുന്നതുവരെ തിരഞ്ഞെടുപ്പ് ഉദ്യോഗസ്ഥർക്ക് വലിയ വെല്ലുവിളിയാണ് കാത്തിരിക്കുന്നത്. ഇത്തവണ ഇടുക്കി ജില്ലയിൽ ആകെ 8,05,427 വോട്ടർമാരാണ് ഉള്ളത്. ഇതിൽ 3,97,587 പുരുഷന്മാരും 4,07,832 സ്ത്രീകളും 8 ട്രാൻസ്ജെൻഡർ വോട്ടർമാരും ഉൾപ്പെടുന്നു. കൂടാതെ 1000-ഓളം പ്രവാസി വോട്ടർമാരും ഇത്തവണ ഇടുക്കിയിൽ സമ്മതിദാന അവകാശം വിനിയോഗിക്കും. ജില്ലാ ഭരണകൂടത്തിന്റെ നേതൃത്വത്തിൽ വിപുലമായ സജ്ജീകരണങ്ങളാണ് ഇടുക്കിയിൽ ഒരുക്കിയിരിക്കുന്നത്. തെരഞ്ഞെടുപ്പിനായി ജില്ലയിലുടനീളം ആകെ 1076 പോളിംഗ് ബൂത്തുകളാണ് സജ്ജമാക്കിയിട്ടുള്ളത്. മാതൃകാ പോളിംഗ് ബൂത്തുകളും വുമൺ മാനേജ്ഡ് ബൂത്തുകളും ഇത്തവണയും സജീവമായിരിക്കും. 85 വയസ്സിന് മുകളിലുള്ളവർക്കും ഭിന്നശേഷിക്കാർക്കും വീട്ടിലിരുന്ന് വോട്ട് ചെയ്യാനുള്ള ഹോം വോട്ടിംഗ് സൗകര്യം ജില്ലയിൽ പൂർത്തിയായി കഴിഞ്ഞു. ജില്ലയിൽ ഹോം വോട്ടിംഗ് സംവിധാനത്തിൽ വോട്ട് ചെയ്യാൻ 6,666 വോട്ടർമാരാണ് സമ്മതമറിയിച്ചത്. ഇടുക്കിയിലെ നിയമസഭാ മണ്ഡലങ്ങളെക്കുറിച്ച് ആകാശവാണിയുടെ ജില്ലാ പ്രതിനിധി രതീഷ് കൃഷ്ണ. ദേവികുളം, ഉടുമ്പൻചോല, തൊടുപുഴ, ഇടുക്കി, പീരുമേട് എന്നിങ്ങനെ 5 നിയമസഭാ മണ്ഡലങ്ങളാണ് ഇടുക്കിയിലുള്ളത്. കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ജില്ലയിലെ രാഷ്ട്രീയ ചിത്രം LDFന് അനുകൂലമായിരുന്നു. 5-ൽ 4 സീറ്റുകളിലും LDF വിജയിച്ചപ്പോൾ തൊടുപുഴ മണ്ഡലം മാത്രമാണ് UDFന് നിലനിർത്താനായത്. ജില്ലയിൽ ഏറ്റവും വലിയ ഭൂരിപക്ഷം രേഖപ്പെടുത്തിയത് ഉടുമ്പൻചോലയിലാണ്. LDFന്റെ MM മണി 38,305 വോട്ടുകളുടെ വൻ ഭൂരിപക്ഷത്തിന് വിജയിച്ചു. UDFന്റെ EM അഗസ്തിയായിരുന്നു രണ്ടാമത്. 75.05% പോളിംഗ്. ജില്ലയിൽ UDFന്റെ കരുത്ത് തെളിയിച്ച മണ്ഡലമാണ് തൊടുപുഴ. UDF സ്ഥാനാർത്ഥി PJ ജോസഫ് 20,259 വോട്ടുകൾക്ക് LDFന്റെ പ്രൊഫസർ KA ആന്റണിയെ പരാജയപ്പെടുത്തി. 72.03% പോളിംഗ്. ഇടുക്കി മണ്ഡലത്തിൽ സിറ്റിംഗ് MLA റോഷി അഗസ്റ്റിൻ 5,573 വോട്ടുകൾക്ക് വിജയം നിലനിർത്തി. UDFിലെ ഫ്രാൻസിസ് ജോർജ് ആയിരുന്നു പ്രധാന എതിരാളി. പോളിംഗ് ശതമാനം 70.36. ദേവികുളത്ത് LDFന്റെ A രാജ 7,848 വോട്ടുകൾക്ക് UDFിലെ D കുമാറിനെ പരാജയപ്പെടുത്തി. തോട്ടം തൊഴിലാളികൾ നിർണായകമായ ഇവിടെ 68.31% പോളിംഗ് രേഖപ്പെടുത്തി. പീരുമേട്ടിൽ വാശിയേറിയ പോരാട്ടത്തിനൊടുവിൽ LDFിലെ വാഴൂർ സോമൻ 1,835 വോട്ടുകൾക്ക് UDFിലെ സിറിയക് തോമസിനെ പരാജയപ്പെടുത്തി. 72.85% പോളിംഗ്. ഇടുക്കി ജില്ലയിലെ തിരഞ്ഞെടുപ്പ് കാഴ്ചകളിൽ ഏറ്റവും ശ്രദ്ധേയമായത് ദേവികുളം മണ്ഡലത്തിൽ ഉൾപ്പെടുന്ന സംസ്ഥാനത്തെ ഏക ഗോത്രവർഗ പഞ്ചായത്തായ ഇടമലക്കുടിയാണ്. ആ നിലയിൽ ഇടമലക്കുടിക്ക് വലിയ രാഷ്ട്രീയ പ്രാധാന്യമുണ്ട്. ഇവിടെ വോട്ടെടുപ്പ് സുഗമമാക്കാൻ വിപുലമായ തയ്യാറെടുപ്പുകളാണ് തിരഞ്ഞെടുപ്പ് കമ്മീഷൻ നടത്തുന്നത്. വന്യമൃഗശല്യവും ദുർഘടമായ പാതകളും വെല്ലുവിളി ഉയർത്തുന്ന ഇവിടെ ഉദ്യോഗസ്ഥർക്കായി പ്രത്യേക ഇൻഷുറൻസ് പരിരക്ഷയും ഏർപ്പെടുത്തിയിട്ടുണ്ട്. നിയമസഭാ തെരഞ്ഞെടുപ്പ് പ്രഖ്യാപന വേളയിൽ
തിരഞ്ഞെടുപ്പ് നടത്താൻ പ്രയാസമുള്ള മേഖലകളെപ്പറ്റി പറയുന്നതിനിടെ കേന്ദ്ര തിരഞ്ഞെടുപ്പ് കമ്മീഷണർ ജ്ഞാനേഷ് കുമാർ ഇടമലക്കുടിയെപ്പറ്റി പരാമർശിച്ചിരുന്നു. 15 കിലോമീറ്ററിലേറെ ചെങ്കുത്തായ വഴികളിലൂടെ സഞ്ചരിച്ചു വേണം ഇവിടെ എത്താനെന്നും ഇവിടെയും മികച്ച രീതിയിൽ തിരഞ്ഞെടുപ്പ് നടത്താനാകുമെന്നാണ് പ്രതീക്ഷിക്കുന്നതെന്നും അദ്ദേഹം പറഞ്ഞിരുന്നു. മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസർ രത്തൻ യു ഖേൽക്കർ 1 മാസം മുൻപ് പ്രദേശം സന്ദർശിച്ച് ഒരുക്കങ്ങൾ നേരിട്ട് വിലയിരുത്തിയിരുന്നു. ഇടമലക്കുടിയിലെ വോട്ടർമാരുടെയും ബൂത്തുകളുടെയും കണക്കുകൾ സംബന്ധിച്ചുള്ള വിശദാംശങ്ങളിലേക്ക്. 14 വാർഡുകളിലായി 919 പുരുഷന്മാരും 893 സ്ത്രീകളുമടക്കം ആകെ 1812 വോട്ടർമാരാണ് ഇടമലക്കുടിയിലുള്ളത്. സൊസൈറ്റിക്കുടിയിലെ ഗവൺമെന്റ് ട്രൈബൽ UP സ്കൂളിൽ ഒരുക്കുന്ന പോളിംഗ് ബൂത്തിലേക്ക് എത്താൻ ഉദ്യോഗസ്ഥർക്ക് 15 കിലോമീറ്ററോളം കഠിന പാതകൾ പിന്നിടേണ്ടതുണ്ട്. മൂന്നാറിൽ നിന്നും പെട്ടിമുടി വഴി വനത്തിനുള്ളിലൂടെ കാൽനടയായി സഞ്ചരിച്ചാണ് ഉദ്യോഗസ്ഥർ ജനാധിപത്യത്തിന്റെ ഈ വലിയ ദൗത്യം പൂർത്തിയാക്കുന്നത്. വന്യമൃഗശല്യം രൂക്ഷമായ ഈ മേഖലയിൽ ജോലിക്ക് നിയോഗിക്കപ്പെടുന്നവർക്ക് പ്രത്യേക ഇൻഷുറൻസ് പരിരക്ഷ നൽകുന്ന കേരളത്തിലെ ഏക പോളിംഗ് സ്റ്റേഷനാണിത്. യാത്രാക്ലേശവും താമസ സൗകര്യങ്ങളുടെ പരിമിതിയും കണക്കിലെടുത്ത് 45 വയസ്സിൽ താഴെയുള്ള ഉദ്യോഗസ്ഥരെ മാത്രമാണ് ഇവിടെ ഡ്യൂട്ടിക്ക് നിയോഗിക്കുന്നത്. ജില്ലയിൽ തെരഞ്ഞെടുപ്പ് ജോലികൾക്കായി ഉദ്യോഗസ്ഥർ ഏറ്റവും ആദ്യം യാത്ര തിരിക്കുന്നതും ഈ മലയോര പഞ്ചായത്തിലേക്കാണ്. മുൻപ് പോളിംഗ് ബൂത്തായി ഉപയോഗിച്ചിരുന്ന അങ്കണവാടി കാട്ടാന തകർത്ത ചരിത്രമുള്ളതിനാൽ അതീവ ജാഗ്രതയോടെയാണ് ക്രമീകരണങ്ങൾ. ഇടുക്കി ജില്ലയിലെ 5 മണ്ഡലങ്ങളിലായി ആകെ 39 സ്ഥാനാർത്ഥികളാണ് നാമനിർദ്ദേശ പത്രികകൾ സമർപ്പിച്ചിരുന്നത്. ഇത്രയും സ്ഥാനാർത്ഥികളിൽ നിന്നായി ആകെ 71 പത്രികകൾ ലഭിച്ചിരുന്നു. മണ്ഡലം തിരിച്ചുള്ള കണക്കുകൾ പരിശോധിച്ചാൽ തൊടുപുഴയിലാണ് ഏറ്റവും കൂടുതൽ സ്ഥാനാർത്ഥികൾ നാമനിർദ്ദേശ പത്രികകൾ സമർപ്പിച്ചിരുന്നത്. ഇവിടെ 10 സ്ഥാനാർത്ഥികളിൽ നിന്നായി 18 പത്രികകൾ ലഭിച്ചു. ദേവികുളം മണ്ഡലത്തിൽ 9 സ്ഥാനാർത്ഥികളിൽ നിന്ന് 14 പത്രികകളും പീരുമേട്ടിൽ 8 സ്ഥാനാർത്ഥികളിൽ നിന്ന് 16 പത്രികകളും ലഭിച്ചു. ഇടുക്കി ഉടുമ്പൻചോല മണ്ഡലങ്ങളിൽ 6 സ്ഥാനാർത്ഥികൾ വീതമാണ് പത്രിക സമർപ്പിച്ചിരുന്നത്. ഇടുക്കിയിൽ 11 ഉടുമ്പൻചോലയിൽ 12 പത്രികകൾ വീതം ലഭിച്ചിരുന്നു. പത്രിക നൽകിയ സ്ഥാനാർത്ഥികളുടെ ബാങ്ക് ഇടപാടുകൾ കൃത്യമായി നിരീക്ഷിക്കുമെന്ന് ഇടുക്കി ജില്ലാ കളക്ടർ ദിനേശൻ ചെറുവാട്ട് അറിയിച്ചു. തെരഞ്ഞെടുപ്പ് സുതാര്യമായി നടത്തുന്നതിനാവശ്യമായ എല്ലാ മുന്നൊരുക്കങ്ങളും നടത്തി വരുന്നതായും അദ്ദേഹം വ്യക്തമാക്കി. ഈ ഏപ്രിൽ 9 നടക്കുന്ന സംസ്ഥാന നിയമസഭാ തെരഞ്ഞെടുപ്പിന് ഇടുക്കി ജില്ല എല്ലാവിധ തയ്യാറെടുപ്പുകളും നടത്തി വരികയാണ്. ഈ ഇലക്ഷനിൽ ഏറ്റവും സുതാര്യവും നീതിപൂർവമായ തെരഞ്ഞെടുപ്പ് ഉറപ്പാക്കാനുള്ള എല്ലാ നടപടികളും സ്വീകരിച്ചു വരുന്നുണ്ട്. ഇതുമായിട്ട് ബന്ധപ്പെട്ടുള്ള എല്ലാ ട്രെയിനിങ്ങുകളും അത് DEO തൊട്ട് RO ARO തലത്തിൽ താഴോട്ടുള്ള എല്ലാ ട്രെയിനിങ്ങുകളും ഷെഡ്യൂൾഡാണ്. പല ട്രെയിനിങ്ങുകളും പൂർത്തീകരിച്ചു വന്നിട്ടുണ്ട്. പല ഘട്ടങ്ങളിലായിട്ട് പൂർത്തീകരിച്ചു വരുന്നുമുണ്ട്. ഇതുകൂടാതെ നമ്മുടെ ഇടുക്കി ജില്ലയെ സംബന്ധിച്ചിടത്തോളം മുൻ ഇലക്ഷനുകളിൽ നമ്മുടെ വോട്ടർ ടേൺ ഔട്ട് കുറഞ്ഞ ഒരു സാഹചര്യം പലപ്പോഴും ശ്രദ്ധയപ്പെട്ടിട്ടുണ്ട്. ലോക്സഭ ഇലക്ഷനായാലും കഴിഞ്ഞ നിയമസഭ ഇലക്ഷനായാലും ഇതര ജില്ലകളെ അപേക്ഷിച്ച് 2-3 ജില്ലകളിൽ ഇടുക്കിയും വളരെ കുറഞ്ഞ ഒരു വോട്ടിംഗ് ശതമാനം രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഇപ്രാവശ്യത്തെ നമ്മുടെ ഒരു പ്രധാന കർത്തവ്യം എന്ന് പറയുന്നത് നമ്മുടെ ആ ഒരു സാക്ഷരത ഇലക്ഷൻ മേഖലയിലും കൃത്യമായിട്ട് പ്രതിഫലിക്കണം. അതായത് ഇലക്ഷൻ സാക്ഷരത എന്ന് പറയുന്നത് നമ്മുടെ ഈ മഹത്തായ ജനാധിപത്യ പ്രക്രിയയിൽ എല്ലാതരം വോട്ടർമാരും കൃത്യമായിട്ട് പങ്കെടുത്ത് അത് അങ്ങേയറ്റം ഏറ്റവും നല്ല രീതിയിലുള്ള ഒരു പോളിംഗ് ശതമാനം ജില്ലയിൽ ഉറപ്പുവരുത്തേണ്ടതായിട്ടുണ്ട്. മുൻ വർഷങ്ങളിൽ പലപ്പോഴും നമ്മുടെ ചില റിമോട്ട് ഏരിയാസ് അതുപോലെ തന്നെ അർബൻ മേഖലകളിലൊക്കെ കുറച്ച് പുറകിലാണുള്ളത്. ഇപ്രാവശ്യം അത്തരം മേഖലകളിൽ നമ്മൾ കൂടുതൽ പ്രചാരണ പരിപാടികൾ ഇലക്ഷൻ കമ്മീഷൻ നേതൃത്വത്തിലും നമ്മൾ നടത്താൻ പ്ലാൻ ചെയ്തിട്ടുണ്ട്. ഏറ്റവും നല്ല രീതിയിലുള്ള ഇലക്ഷൻ നമ്മുടെ ജില്ലയിൽ കാഴ്ചവെക്കുന്നതിന് എല്ലാവരും നന്നായിട്ട് സഹകരിക്കണം. ഇത് സംബന്ധിച്ച് ഇലക്ഷൻ പെരുമാറ്റച്ചട്ടങ്ങൾ അങ്ങേയറ്റം മാനിച്ചുകൊണ്ട് അതുപോലെ തന്നെ നമ്മുടെ ഏറ്റവും നല്ല രീതിയിൽ ഗ്രീൻ ഇലക്ഷൻ നമ്മുടെ ഹരിതചട്ടങ്ങൾ പാലിച്ചുകൊണ്ട് ഇലക്ഷനും കൂടി ആയിരിക്കണം ഈ വർഷം നമ്മൾ നടത്തേണ്ടിയിരുന്നത്. പിന്നെ എല്ലാ ബൂത്തുകളിലും ആവശ്യമായ എല്ലാ സജ്ജീകരണങ്ങളും പ്രത്യേകിച്ച് നമ്മുടെ ഫിസിക്കലി ചാലഞ്ചഡ് ആൾക്കാർക്ക് വോട്ട് ചെയ്യാനുള്ളത് ഉൾപ്പെടെ എല്ലാ സജ്ജീകരണങ്ങളും നമ്മൾ ഉറപ്പുവരുത്തുന്നുണ്ട്. തിരഞ്ഞെടുപ്പിന് മുന്നോടിയായി ജില്ലയിൽ കർശനമായ സുരക്ഷാ ക്രമീകരണങ്ങളാണ് ഒരുക്കിയിട്ടുള്ളത്. തമിഴ്നാടുമായി അതിർത്തി പങ്കിടുന്ന ജില്ലയായതിനാൽ 5 സംയോജിത ബോർഡർ ചെക്ക് പോസ്റ്റുകളിൽ CCTV ഉൾപ്പെടെയുള്ള സംവിധാനങ്ങൾ ഏർപ്പെടുത്തിയിട്ടുണ്ട്. എക്സൈസ്, കേരള പോലീസ്, തമിഴ്നാട് പോലീസ്, RTO എന്നിവരുടെ സേവനം ഇവിടെ ലഭ്യമാണ്. തിരഞ്ഞെടുപ്പ് ക്രമക്കേടുകൾ തടയാൻ ഓരോ മണ്ഡലത്തിലും 3 വീതം ഫ്ലൈയിംഗ് സ്ക്വാഡുകളെയും സ്റ്റാറ്റിക് സർവൈലൻസ് ടീമുകളെയും നിയോഗിച്ചു.
GPS ഘടിപ്പിച്ച വാഹനങ്ങളും വീഡിയോഗ്രാഫർമാരും ഈ ടീമുകളുടെ ഭാഗമായിരിക്കും. പൊതുജനങ്ങൾക്ക് പരാതികൾ അറിയിക്കാൻ സി വിജിൽ ആപ്പ് വഴി ഫോട്ടോ സഹിതം പരാതി നൽകാവുന്നതാണ്. രാഷ്ട്രീയ പാർട്ടികൾക്ക് റാലികൾക്കും മറ്റും അനുമതി വാങ്ങാൻ സുവിധ പോർട്ടൽ വഴി ഏകജാലക സംവിധാനവും ഒരുക്കിയിട്ടുണ്ട്. സുതാര്യവും ഹരിതാഭവുമായ തിരഞ്ഞെടുപ്പ് ഉറപ്പാക്കാൻ ഇടുക്കി ജില്ലാ ഭരണകൂടം ഒരുക്കിയ സജ്ജീകരണങ്ങളെക്കുറിച്ച് ആകാശവാണി ഇടുക്കി ജില്ലാ പ്രതിനിധി രതീഷ് കൃഷ്ണ. ജില്ലയിലെ തെരഞ്ഞെടുപ്പ് നടപടികൾ നിരീക്ഷിക്കുന്നതിനായി കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷൻ നിയോഗിച്ച നിരീക്ഷകർ സജീവമായി രംഗത്തുണ്ട്. കഴിഞ്ഞ ദിവസം ചെലവ് നിരീക്ഷകർ അന്തർ സംസ്ഥാന അതിർത്തികളിൽ ഉൾപ്പെടെ വിവിധയിടങ്ങളിൽ നേരിട്ടെത്തി പരിശോധന നടത്തി. അതിർത്തി വഴിയുള്ള അനധികൃത പണമൊഴുക്കും മറ്റ് ക്രമക്കേടുകളും തടയാൻ കർശന നിർദ്ദേശമാണ് സ്റ്റാറ്റിക് സർവൈലൻസ് ടീമിന് നൽകിയിരിക്കുന്നത്. പരാതികൾ അറിയിക്കാൻ പൊതുജനങ്ങൾക്ക് നിരീക്ഷകരെ നേരിട്ടോ ഫോൺ മുഖേനയോ ബന്ധപ്പെടാവുന്നതാണ്. ഇതിനായി പൈനാവ് ഗസ്റ്റ് ഹൌസിൽ പ്രത്യേക ഓഫീസും പ്രവർത്തനം ആരംഭിച്ചു കഴിഞ്ഞു. ഇത്തവണത്തെ തെരഞ്ഞെടുപ്പിന്റെ മറ്റൊരു പ്രത്യേകത വോട്ടിംഗ് ശതമാനം ഉയർത്താൻ ജില്ലാ ഭരണകൂടം നടത്തുന്ന സജീവമായ ഇടപെടലുകളാണ്. മികച്ച രീതിയിൽ വോട്ടിംഗ് രേഖപ്പെടുത്തുന്ന പോളിംഗ് സ്റ്റേഷനുകൾക്കും അവിടുത്തെ ഉദ്യോഗസ്ഥർക്കും പ്രത്യേക പുരസ്കാരങ്ങൾ നൽകി ആദരിക്കുമെന്ന് ജില്ലാ കളക്ടർ അറിയിച്ചിട്ടുണ്ട്. വോട്ടർമാരെ ബൂത്തിലെത്തിക്കാൻ സ്വീപ്പ് വഴി വിവിധ ബോധവൽക്കരണ പരിപാടികളും ജില്ലയിൽ നടന്നുവരുന്നു. പരിസ്ഥിതി സൗഹൃദമായ ഒരു തെരഞ്ഞെടുപ്പ് എന്ന ലക്ഷ്യത്തിലേക്ക് കൂടിയാണ് ഇടുക്കി ഇത്തവണ ചുവടുവയ്ക്കുന്നത്. പൊല്യൂഷൻ ഫ്രീ പോളിംഗ് ഉറപ്പാക്കുന്നതിനായി ഓരോ നിയോജക മണ്ഡലത്തിലും പ്രത്യേക ഹരിത നോഡൽ ഓഫീസർമാരെ നിയോഗിച്ചു കഴിഞ്ഞു. പ്രചാരണ പ്രവർത്തനങ്ങളിലും പരിശീലന പരിപാടികളിലും പ്ലാസ്റ്റിക് ഉൾപ്പെടെയുള്ള മാലിന്യങ്ങൾ ഒഴിവാക്കി ഗ്രീൻ പ്രോട്ടോകോൾ കർശനമായി പാലിക്കാനാണ് നിർദ്ദേശം. തെരഞ്ഞെടുപ്പ് ജോലികൾക്കായി നിയോഗിക്കപ്പെട്ട ഉദ്യോഗസ്ഥരുടെ ആദ്യഘട്ട റാൻഡമൈസേഷൻ ജില്ലാ കളക്ടറുടെ നേതൃത്വത്തിൽ പൂർത്തിയായി. പ്രിസൈഡിംഗ് ഓഫീസർമാർക്കും ഫസ്റ്റ് പോളിംഗ് ഓഫീസർമാർക്കുമുള്ള പരിശീലനം വിവിധ കേന്ദ്രങ്ങളിൽ 29 വരെ നടക്കും. ഇവർക്കുള്ള പോസ്റ്റൽ ബാലറ്റ് സൗകര്യങ്ങളും പരിശീലന കേന്ദ്രങ്ങളിൽ തന്നെ ഒരുക്കിയിട്ടുണ്ട്. വോട്ടെണ്ണലിനായി ഇടുക്കി ജില്ലയിൽ 3 പ്രധാന കേന്ദ്രങ്ങളാണ് സജ്ജീകരിച്ചിരിക്കുന്നത്. ദേവികുളം മണ്ഡലത്തിന് മൂന്നാറിലും, ഉടുമ്പൻചോല, തൊടുപുഴ, ഇടുക്കി മണ്ഡലങ്ങൾക്ക് പൈനാവിലും, പീരുമേട് മണ്ഡലത്തിന് കുട്ടിക്കാനത്തുമാണ് വോട്ടെണ്ണൽ കേന്ദ്രങ്ങളുള്ളത്. കൃത്യമായ നിരീക്ഷണവും ചിട്ടയായ പരിശീലനവും ഹരിതചട്ടങ്ങളുടെ പാലനവും വഴി ഇടുക്കിയിലെ തെരഞ്ഞെടുപ്പ് നടപടികൾ മാതൃകാപരമായി മുന്നേറുകയാണ്. ജനാധിപത്യത്തിന്റെ ഈ വലിയ ഉത്സവത്തിൽ പങ്കുചേരാൻ ഹൈറേഞ്ച് പൂർണ്ണ സജ്ജമായി കഴിഞ്ഞു. കാർഷിക പ്രശ്നങ്ങളും മലയോര ജനതയുടെ ആശങ്കകളും വോട്ടായി മാറുമോ എന്ന് നമുക്ക് കാത്തിരുന്ന് കാണാം. മുന്നണി സമവാക്യങ്ങൾ മാറിമറിയുന്ന ഇടുക്കിയിലെ ജനങ്ങൾ ആർക്കൊപ്പം നിൽക്കുമെന്നറിയാൻ ഇനി മെയ് 4 വരെയുള്ള കാത്തിരിപ്പാണ്. നിങ്ങൾ കേട്ടത് 2026 നിയമസഭാ തെരഞ്ഞെടുപ്പിനോടനുബന്ധിച്ച് ആകാശവാണി തിരുവനന്തപുരം പ്രാദേശിക വാർത്താ വിഭാഗം തയ്യാറാക്കിയ പ്രത്യേക പരിപാടി ജില്ലകളിലൂടെ. ഏകോപനം ലെമി ജി നായർ. തയ്യാറാക്കി അവതരിപ്പിച്ചത് രതീഷ് കൃഷ്ണ, സുധിൻ സൈനുദ്ദീൻ.